ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠമായ നാമം ഏറ്റവും മഹത്വപ്പെടുമാറാകട്ടെ. കോട്ടയത്തും കൂത്താട്ടുകുളത്തുമായി ഇന്ന് എന്നോട് കൂടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, കൂടാതെ ലോകത്തിലെ നാനാഭാഗങ്ങളിൽ ഓൺലൈനിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സ്നേഹനദികളായ കർത്താവിൻ്റെ പൊന്നോമന മക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമത്തിൽ എൻ്റെ ആത്മാർത്ഥമായ ക്രിസ്തീയ സ്നേഹവന്ദനങ്ങൾ. ഇന്ന് നിങ്ങളുടെ കൂടെ പൂർണ്ണമായ സമയം എനിക്ക് ശുശ്രൂഷയിലായിരിക്കാൻ സാധിക്കാതെ പോയതിൽ എനിക്ക് സങ്കടമുണ്ട്. ഇന്ന് മധ്യപ്രദേശിൽ കർത്താവിൻ്റെ ഒരു ദൗത്യവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യേണ്ടത് ആവശ്യമായത് അല്പം നേരത്തെ പോകേണ്ടതിനാലാണ് നിങ്ങളുടെ മുമ്പിൽ പരിമിതമായ സമയം ദൈവവചനവുമായി നിൽക്കുവാൻ അവസരമൊരുങ്ങുന്നത്. എങ്കിലും കർത്താവ് ഏൽപ്പിച്ച ഒരു ദൈവിക ആലോചന നിങ്ങളിലേക്ക് കൈമാറി പ്രാർത്ഥിക്കുവാൻ കർത്തൃനാമത്തിൽ ശരണപ്പെടുകയാണ്. ഈ ദിവസങ്ങൾ വളരെ പ്രാർത്ഥനയുടെയും ദൈവശക്തിയുടെയും ദിനരാത്രങ്ങളായി നമ്മുടെ സഭയിൽ കർത്താവ് അനേകരെ ശുശ്രൂഷയിലേക്കും പ്രാർത്ഥനയിലേക്കും ഉണർത്തുന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ പ്രവചന ദൂതിലൂടെ ഓരോ ദിവസവും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ആയിരക്കണക്കിന് മനുഷ്യരാണ് യേശുക്രിസ്തുവിന് വേണ്ടി ഓരോ ദിവസവും ജീവിതം സമർപ്പിക്കുന്നത്. അവരുടെ ഫോൺ കോളുകൾ, ഫീഡ്ബാക്കുകൾ, സാക്ഷ്യങ്ങൾ ഇതെല്ലാം കേട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ദൂതിനായി നൽകിയിരിക്കുന്ന വിശുദ്ധ വേദഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 31 മുതലുള്ളതായ വേദഭാഗങ്ങളാണ്. ബൈബിളുള്ള എല്ലാവരും ഒന്ന് എടുത്താട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 31 മുതലുള്ളതായ വിശുദ്ധ തിരുവചനങ്ങൾ. യേശു വീണ്ടും സോരിൻ്റെ അതിർ വിട്ട് സീദോൻ വഴിയായി ദെക്കപ്പൊലി ദേശത്തിൻ്റെ നടുവിൽ കൂടി ഗലീല കടൽപ്പുറത്ത് വന്നു. ഒന്നുകൂടെ ഞാൻ ആ വചനം വായിക്കാം. യേശു വീണ്ടും സോരിൻ്റെ അതിർത്തി വിട്ട് സീദോൻ വഴിയായി ദെക്കപ്പൊലി ദേശത്തിൻ്റെ നടുവിൽ കൂടി ഗലീല കടൽപ്പുറത്ത് വന്നു. അവിടെ യേശു വിക്കനായൊരു ചെകിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവർ വിക്കനായൊരു ചെകിടനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ്റെ മേൽ കൈവെക്കണമെന്ന് അപേക്ഷിച്ചു. അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ ചെവിയിൽ വിരലിട്ട് തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു. സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ട് അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള യഫഥ എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ ചെവി തുറന്നു, നാവിൻ്റെ കെട്ടുമഴിഞ്ഞ് അവൻ ശരിയായി സംസാരിച്ചു. അടുത്ത വാക്ക്, ഇതാരോടും പറയരുത് എന്ന് യേശു അവരോട് കൽപ്പിച്ചുവെങ്കിലും അവൻ എത്ര കൽപ്പിച്ചു അത്രയും അവർ പ്രസിദ്ധമാക്കി. യേശു സകലവും നന്നായി ചെയ്തു. ചെകിടന്മാരെ കേൾക്കുമാറാക്കുന്നു, ഊമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു. യേശു ചെയ്ത ഒരു മഹാ അത്ഭുതത്തിൻ്റെ വിവരണമാണ് നമ്മളിവിടെ കാണുന്നത്. എന്നാൽ അതിന് തൊട്ട് മുൻപായി ആ ഒരു വിഷയത്തെ അവതരിപ്പിക്കുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 4 സ്ഥലങ്ങളുടെ പേര് അവിടെ എഴുതിയിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. അതിൽ ഒന്നാമത്തെ പേര് സോർ എന്ന് പറയുന്ന സ്ഥലമാണ്. രണ്ടാമത്തേത് സീദോൻ എന്ന സ്ഥലമാണ്. മൂന്നാമത്തേത് ദെക്കപ്പൊലി നാടെന്ന സ്ഥലമാണ്. നാലാമതായി ഗലീല കടൽപ്പുറമാണ്. ഈ 4 സ്ഥലങ്ങളെ ഒരു അത്ഭുതത്തിന് വേണ്ടി, യേശു ചെയ്തൊരു മഹാകാര്യത്തിന് വേണ്ടി വിവരണം നൽകുന്നതിന് മുൻപായി എന്തുകൊണ്ട് അവതരിപ്പിക്കുന്നു എന്നുള്ള ഒരു ധ്യാനമാണ്, ഒരു ചോദ്യമാണ് എന്നെ ഇന്നത്തെ ദൂതിലേക്ക് നയിച്ചത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാർക്കുന്ന ഓരോ സ്ഥലവും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. സ്വന്തമായിട്ടൊരു അഡ്രസ്സ് ഇല്ലാത്ത ചിലരിൽ നിന്ന് തന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ദൈവം ഒരു ഇടം ഒരുക്കാൻ പോവുകയാണ്. നീ പാർക്കുന്ന ഇടം ദൈവത്തിൻ്റെ കൺട്രോളിങ്ങിലാണ്. അത് എത്ര ബന്ധനങ്ങളാൽ നിറഞ്ഞതാണേലും എത്ര എതിരുകളാൽ നിറഞ്ഞതാണേലും ആ നാട്ടിൽ പാർക്കുന്ന ഇടത്ത് കർത്താവിൻ്റെ സാന്നിധ്യം നിനക്ക് അനുകൂലമാണെന്ന് ഇന്ന് ഈ ദൈവാലോചന കേൾക്കുമ്പോൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. നീ പാർക്കുന്ന ഇടത്ത് നിനക്ക് വേണ്ടി കർത്താവ് അഗ്നി തൂണായി ഈ ദിനങ്ങളിൽ ഇറങ്ങി നിൽക്കുകയാണ്. നീ വസിക്കുന്ന ദേശത്തൊരു വിശാലത കർത്താവ് നിനക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോവുകയാണ്. ഇരു കരങ്ങളും ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ വിശുദ്ധ വേദഭാഗത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, യേശു വീണ്ടും സോരിൻ്റെ അതിർത്തി വിട്ട് സീദോൻ വഴിയായി ദെക്കപ്പൊലി ദേശത്തിൻ്റെ നടുവിൽ കൂടി ഗലീല കടൽപ്പുറത്ത് വന്നു. വീണ്ടും ഗലീലയിലേക്ക് യേശു വരികയാണ്. കാരണം നമുക്കറിയാം, യേശുവിൻ്റെ മിനിസ്ട്രി ആരംഭിക്കുന്നത് തന്നെ ഗലീലയിലാണ്. ഗലീല കടലിലെ തൊഴിലാളികളാണ് യേശുവിൻ്റെ ശിഷ്യസമ്പത്തിൽ ഭൂരിഭാഗം ആൾക്കാരും.
ആ നാടിനോട് യേശുവിന് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. യേശു ഇപ്പോൾ വലിയൊരു മിഷണറി യാത്ര കഴിഞ്ഞാണ് വരുന്നത്. നമ്മുടെ കർത്താവ് ഒരു വലിയ ദൂരെ യാത്ര കഴിഞ്ഞപ്പോൾ എത്തിയിരിക്കുകയാണ് ഈ വിശുദ്ധ വേദഭാഗത്തിൽ. പിന്നെയും തൻ്റെ പഴയ സ്ഥലമായ ഗലീലയിലേക്ക് യേശു വന്നിരിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ യേശുവിൻ്റെ ഉപവാസത്തെക്കുറിച്ച് പറയുമ്പോഴും ഇത് പറയുന്നുണ്ട്. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് വന്നു, മടങ്ങി. അപ്പോൾ യേശുവിനെ പരിശുദ്ധാത്മാവ് ഓരോ സമയവും ഗലീലയിൽ കൊണ്ടുവരുമ്പോഴൊക്കെയും ഒരു അത്ഭുതമുണ്ട്. നിന്റെ ജീവിതത്തിൽ യേശു വരുന്ന ഓരോ സമയത്തും ഒരു മിറക്കിൾ നിനക്കുണ്ട്. നിന്റെ വീട്ടിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം വരുന്ന ഓരോ സമയത്തും അസാധാരണമായൊരു വിടുതൽ നിന്റെ വീടിനകത്ത് കർത്താവ് നിനക്ക് വേണ്ടി തരികയാണ്. യേശു ഓരോ തവണ നിങ്ങളെ വിസിറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇതുവരെ കാണാൻ കഴിയാത്ത ഒരു നന്മ നിങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് തരും. ഈ തവണയും കർത്താവിൻ്റെ സന്ദർശനം വെറുതെ ആകില്ല, അതൊരു അത്ഭുതത്തിന് കാരണമാകുമെന്ന് ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ധൈര്യത്തോടെ സന്തോഷത്തോടെ നെഞ്ചിൽ കരം വെച്ച് പറ, യേശുവിൻ്റെ ഇത്തവണത്തെ വരവും എനിക്കൊരു സന്തോഷവുമായിട്ടാണ്. വീണ്ടും യേശു വരുന്നു. ഒന്ന് പറഞ്ഞേ, വീണ്ടും യേശു വരുന്നു. അടുത്തിരിക്കുന്നവരോടൊന്ന് പറയാൻ കഴിയുമെങ്കിൽ പറയുക, യേശു വീണ്ടും വരുന്നു, യേശു വീണ്ടും വരുന്നു, യേശു വീണ്ടും വരുന്നു. ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ട ദൈവമക്കളെ, സോരിൻ്റെ അതിർത്തിയിൽ നിന്ന് സീദോൻ വഴിയായി ദക്കപ്പൊലി നാടിൻ്റെ നടുവിലൂടെ ഗലീല കടൽപ്പുറത്തേക്ക് നമ്മുടെ അരുമനാഥൻ എത്തുന്നു. ഈ യാത്രയുടെ തുടക്ക സ്ഥലം പറയുന്നു സോരിൻ്റെ അതിർത്തി. സോരിൽ നിന്നും സീദോനിലേക്ക് 46 കിലോമീറ്റർ ദൂരമുണ്ട് യേശുവിൻ്റെ കാലത്ത്. ഈ 46 കിലോമീറ്റർ ദൂരം യേശുവിനെ താണ്ടണമെങ്കിൽ അന്ന് മോട്ടോർ ബൈക്കില്ല, സൈക്കിളില്ല. കർത്താവിന് തൻ്റെ യാത്രകൾക്കൊക്കെയും വിരളമായിട്ട് മാത്രമാണ് വാഹന സൗകര്യം ലഭിച്ചിട്ടുള്ളതെന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ യേശുവിൻ്റെ യാത്ര എങ്ങനെയാണ്? കർത്താവിൻ്റെ യാത്ര ബഹുഭൂരിപക്ഷ സമയവും ഒന്നെങ്കിൽ ബോട്ടിൽ അല്ലെങ്കിൽ കാൽനടയായിട്ട്. ഇവിടെ യേശു കരമാർഗമാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ 46 കിലോമീറ്ററോളം ദൂരം യേശുവിന് താണ്ടണമെങ്കിൽ കർത്താവിന് നടക്കേണ്ടതായിട്ടുണ്ട്. തൻ്റെ ആരാധ്യമായ തൃപ്പാദങ്ങൾ കൊണ്ട് യേശു സോർ എന്ന് പറയുന്ന ടൈർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് സീദോനിലേക്കുള്ളതായ യാത്ര ഏതാണ്ട് 2-3 ദിവസം കൊണ്ടാണ് കർത്താവ് താണ്ടുന്നത്. അത്രയും ദൂരം യാത്ര ചെയ്താണ് യേശു ഈ പറയപ്പെടുന്ന പ്രസ്തുത സ്ഥലത്ത് എത്തുന്നത്. അപ്പോൾ യേശുവിൻ്റെ ഈ യാത്ര വിയർത്തു കുളിച്ച് വെയിലേറ്റ് വാടിത്തളർന്ന് ദാഹിച്ച് വിശന്ന് കർത്താവ് വളരെ ടയേർഡായിട്ടാണ് ഈ വഴികളിലൂടെയൊക്കെ നടക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. അതുമാത്രവുമല്ല, വെറും ഒരു യാത്രയല്ല, യേശുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു മിഷൻ ജേണിയാണ്. യേശുവിൻ്റെ ഒരു ശുശ്രൂഷ യാത്രയാണ് ഇവിടെ നടക്കുന്നത്. ഈ 46 കിലോമീറ്ററോളം ദൂരം യേശു സോറിൽ നിന്നും സീദോനിലേക്കാണ് രണ്ടാം പോയിന്റായിട്ട് എത്തുന്നത്. എന്താണ് സോറിനെ ബൈബിൾ അടയാളപ്പെടുത്തുന്നത്? സോറിനൊരു ആത്മീകമായ അർത്ഥമുണ്ട്, അതിനൊരു ബിബ്ലിക്കൽ പാരമ്പര്യം നമ്മളോട് പറയാനുണ്ട്. ഇനിയാണ് എൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. എന്തുകൊണ്ട് സോറിൽ നിന്നും തുടങ്ങിയ യാത്ര ഇവിടെ അടയാളപ്പെടുത്തുന്നു? ഒന്നാമത്തെ കാര്യം, സോർ എന്ന് പറയുന്ന നാടിനെ ബൈബിളിൽ അടയാളപ്പെടുത്തുന്നത് ഒരു വലിയ ആത്മീക അധപ്പതനവുമായി ബന്ധപ്പെട്ടാണ്. അത് രേഖപ്പെടുത്തുന്നത് വിശുദ്ധ യെഹെസ്കേൽ പ്രവാചകനാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 11 മുതലുള്ളതായി വിശുദ്ധ വേദഭാഗങ്ങളിൽ നമുക്കിത് കാണാൻ കഴിയുന്നു. അവിടെ ഇങ്ങനെയാണ് എഴുതുന്നത്: യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ചൊരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു. നോക്കൂ, ഒരു വിലാപഗാനമാണ് പ്രവാചകനോട് പരിശുദ്ധാത്മാവ് പാടാൻ പറയുന്നത്. വിലപിച്ചുകൊണ്ട് നീ പറയണം, ഒരു വിലാപമായി നീ പറയണം, വിലാപം നീ തുടങ്ങണം, സങ്കടത്തിൽ നീ പറയണം. നീ ഒരു മാതൃകാ മുദ്രയായിരുന്നു. ആരോട് പറയുന്നു? സോർ എന്ന് പറയുന്ന നാടിൻ്റെ രാജാവിനോട്, സോർ രാജാവിനോട് അല്ലെങ്കിൽ സോർ നാടിൻ്റെ പ്രഭുവിനോട് പറയുകയാണ്, നീ ഒരു മാതൃകാ മുദ്രയായിരുന്നു. അടുത്തത്, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യസമ്പൂർണനും തന്നെ. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. തടങ്ങളും കൂടുകളും നിന്റെ ഞരമ്പുകളും അസ്ഥികളും പൊന്നുകൊണ്ടാണ് ഞാൻ പണിതത്. തീർന്നില്ല, നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ സോർ രാജാവ് എന്ന് പറഞ്ഞ ആരെക്കുറിച്ചാണ് യെഹെസ്കേൽ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് വിശദമാക്കുന്നതെന്ന്. ഇത് സാക്ഷാൽ ദൈവസന്നിധിയിൽ നിന്ന് വീണുപോയ ദൂതനെ കുറിച്ചുള്ളതായ വിവരണമാണ്. അപ്പോൾ സോർ എന്ന് പറയുന്ന നാടിന് പറയാനുള്ളത് ഒരു ദൈവസന്നിധിയിലെ വീഴ്ചയുടെ ചരിത്രമാണ്.
വീണുപോയൊരു ദൂതന്റെ ദൈവസന്നിധിയിലെ അഹങ്കാര നിമിത്തം പതനമേറ്റുവാങ്ങിയ ഒരു ദൂതന്റെ വീഴ്ചയുടെ ഓർമ്മയാണ് സോർ എന്ന് പറയുന്ന നാടുമായി ബന്ധപ്പെട്ടുള്ളത്. സോർ രാജാവൻ ടൈർ കിങ്ങിന് പറയാനുള്ളത് ഇതാണ്: ആ നാട് അടയാളപ്പെടുത്തപ്പെടുന്നത് വീണുപോയ ദൂതന്റെ പതനവുമായി ചേർന്നാണ്. ഇവിടെ യേശുവിൻ്റെ യാത്ര ഇവിടെ അടയാളപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ ഇതിനെ ദൈവശാസ്ത്രപരമായി ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ പാപത്തിന്റെ തുടക്കം ദൂതന്മാരുടെ ഇടയിലാണെന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. യേശുവിൻ്റെ യാത്രയ്ക്ക് കാരണമാകുന്നത് തന്നെ മനുഷ്യനിലേക്ക് കടന്ന പാപമാണ്. അപ്പോൾ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശുവിൻ്റെ ജേർണി ആരംഭിക്കുന്നത്. അപ്പോൾ ഇവിടെ സോർ എന്ന് പറയുന്ന നാട് അടയാളപ്പെടുത്തുന്നത് പിശാചിന്റെ തുടക്കവുമായി ബന്ധപ്പെട്ടുള്ളതായ ഒരു മേഖലയാണ്. എവിടെ സാത്താന്റെ തുടക്കം കുറിക്കുന്നോ അവിടെ ദൈവത്തിന്റെ പുത്രൻ ഇതാ പ്രത്യക്ഷനാവുകയാണ്. സോറിൽ നിന്നും യേശു യാത്ര ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വേദഭാഗത്തിന്റെ ഒരു ആത്മീക ഗഹന അർത്ഥത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ബോധവൽക്കരിക്കുന്നു. ഇത് പൈശാചിക മണ്ഡലങ്ങളുടെ തുടക്കം എവിടെയോ ആ തുടക്ക കേന്ദ്രത്തിൽ ഇന്നൊരു ദൈവത്തിന്റെ പ്രവൃത്തി ഇതാ വന്നു നിൽക്കുകയാണ്. യേശു ആരംഭിക്കുകയാണ്. എവിടെ ആരംഭിക്കുന്നു? പിശാചിന്റെ തുടക്കം എവിടെ കുറിക്കപ്പെട്ടോ അവിടെ നിന്നും ദൈവത്തിന്റെ പുത്രന്റെ വെളിച്ചത്തിന്റെ ഒരു തുടക്കം ഇതാ കുറിക്കപ്പെടുകയാണ്. ഇരുട്ടിന്റെ ആവിർഭാവം എവിടെ ആരംഭിച്ചോ അവിടെ വെളിച്ചം വന്നു നിൽക്കുകയാണ്. ഹല്ലേലൂയ. കൂരിരുട്ടിന്റെ അന്ധകാര നാഴിക എവിടെ വെളിപ്പെട്ടോ അവിടെ നീതി സൂര്യന്റെ പ്രത്യക്ഷത സംഭവിക്കുകയാണ്. യേശുവിന്റെ വെളിപ്പെടൽ. ഹല്ലേലൂയ. എന്തുകൊണ്ട് സോറിൽ നിന്ന് ആരംഭിക്കുന്നു? സോർ എന്ന് പറയുന്ന നാട് അത് സാത്താന്റെ തുടക്കത്തിന്റെ ഒരു ദൈവശാസ്ത്രപരമായ അടയാളമാണ്. നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ പ്രവർത്തിക്കുന്ന പല മേഖലകളിൽ പൈശാചിക മണ്ഡലങ്ങൾ തുടക്കം കുറിച്ചത് ഈ പോയിന്റിൽ നിന്നാണ് എന്ന് നിനക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ, അല്ല ദൈവദാസനെ, എൻ്റെ ജീവിതത്തിന്റെ തകർച്ച ഇന്ന സമയം മുതലായിരുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൽ വീണുപോയത് ഈ മേഖല മുതലാണ്, എനിക്ക് അധപ്പതനം തുടങ്ങിയത് ഈ കാലഘട്ടം മുതലാണ്, ഞാനും എൻ്റെ കുടുംബവും ഈ ഗതികേടിലായത് ഈ സമയം തൊട്ടാണ്. ഇങ്ങനെ നിങ്ങൾ അടയാളപ്പെടുത്തുന്ന ആ പോയിന്റ് ഏതോ ആ മൂലകാരണത്തിലേക്ക് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ഇന്ന് പകൽ കടന്നു വരിക. ആ വിഷയത്തെ അഴിച്ചു മാറ്റുന്ന ഒരു ദൈവകൃപയുടെ ഇടപെടൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് നിങ്ങൾക്കായി സംഭവിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ അകത്ത് ദുഷ്ടന്റെ അധിവാസവും പ്രവൃത്തിയും എവിടെ ആരംഭിച്ചോ അവിടെ ഇനി ആരും കടന്നു വരികില്ല എന്ന് പറഞ്ഞ് അതിർത്തികാത്ത ദുഷ്ടമണ്ഡലങ്ങൾ കാവൽ നിൽക്കുന്ന ഇടത്ത് തന്നെ ദൈവ പ്രവൃത്തിയുടെ ഒരു പുതിയ ഇടപെടൽ ഇന്ന് നിനക്ക് വേണ്ടി സംഭവിക്കുകയാണ്. സാത്താന്റെ തുടക്കം കുറിക്കപ്പെട്ട ഇടത്ത് തന്നെ, ഗ്ലോറി ടു ജീസസ്, ഒരു ദൈവ പ്രവൃത്തിയുടെ ആരംഭം നമ്മൾ കാണുകയാണ്. അപ്പോൾ സോർ എന്ന് പറയുന്ന സ്ഥലത്തിന് ലൂസിഫറിന്റെ വീഴ്ചയുമായി പിശാചിന്റെ തുടക്കവുമായി ബന്ധപ്പെട്ടാണ് ഒരു അടയാളം ദൈവശാസ്ത്രപരമായി നമുക്ക് നൽകാൻ കഴിയുന്നത്. രണ്ടാമത്തെ സംഗതി സീദോൻ എന്ന് പറയുന്ന സ്ഥലമാണ്. എന്താണ് സീദോൻ എന്ന് പറയുന്ന നാടിന്റെ പ്രത്യേകത? സീദോൻ എന്ന് പറയുന്ന സ്ഥലം എങ്ങനെയാണ് ബൈബിളിൽ വെളിപ്പെടുന്നത്? നമുക്കൊരു വേദഭാഗം നോക്കാം. രാജാക്കന്മാരുടെ 1 രാജാക്കന്മാരുടെ പുസ്തകം 16 അധ്യായത്തിന്റെ 30-31 വേദഭാഗങ്ങൾ നമുക്കത് പെട്ടെന്നൊന്ന് വായിച്ചു നോക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 16 അധ്യായം അതിൻ്റെ 30-31 വേദഭാഗങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. പഴയ നിയമത്തിലെ ശ്രേഷ്ഠമായിരിക്കുന്ന രാജാക്കന്മാരുടെ ഗ്രന്ഥത്തിൽ നിന്നുള്ളതായ ശക്തമേറിയൊരു പ്രമേയമാണ് ഈ വചനം. ശ്രദ്ധയോടെ കേൾക്കുക. ഒമ്രിയുടെ മകനായ ആഹാബ് തനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രായേലിന്റെ രാജസിംഹാസനത്തിൽ കയറിയിരിക്കുന്ന ഒരുത്തൻ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. യഹോവയ്ക്ക് അനിഷ്ടമായത് അയാൾ ചെയ്യുകയാണ്. എന്താണ് അയാൾ ചെയ്തത്? ആ ചെയ്തതിനകത്ത് അയാൾ തനിക്ക് പാപത്തിന് ആക്കം കൂട്ടുവാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ അനേക ദുർപ്രവൃത്തികളിൽ ഒന്നിനെക്കുറിച്ച് ഇവിടെ വിവരിക്കുന്നു. നെബാത്തിന്റെ മകനായ യെരോബയാമിന്റെ പാപങ്ങളിൽ നടന്നതു പോരാഞ്ഞിട്ട്, അല്ലെങ്കിൽ പാപങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാർ അവൻ സീദോന്യ രാജാവായ, ഇവിടുത്തെ സ്ഥലത്തിന് പേര് സീദോൻ എന്നാണ്. ആഹാബ് എന്ന് പറയുന്ന ഏലിയ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേൽ ജനത്തിനെതിരായി എഴുന്നേറ്റ് നിൽക്കുന്ന ഭരണാധികാരി, അവനൊരു വിവാഹം കഴിക്കാൻ പോവുകയാണ്. അവൻ ആരെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്? ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക. അയാൾ കല്യാണം കഴിക്കുന്നത് സീദോന്യ രാജാവിന്റെ മകളെ, സീദോന്യ രാജാവായിരിക്കുന്ന യേത്തുബാലിന്റെ മകളായ ഇസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയും ബാലിനെ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്തു. ഇവിടെ നോക്കുക, എന്താണ് സീദോന്റെ പ്രത്യേകത?
അല്ലെങ്കിൽ സീദോൻ എങ്ങനെയാണ് ബൈബിളിന്റെ വഴികളിൽ ഇങ്ങനെ തലയെഴുത്ത് ഇങ്ങനെ കയറി വരുന്നത്? സീദോൻ ഒരു നല്ല കാര്യം പറഞ്ഞുകൊണ്ട് വരുന്ന സ്ഥലമല്ല. സീദോൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് വിരോധമായിരിക്കുന്ന അന്യാരാധനയുടെ പ്രബലതയുമായി തല ഉയർത്തുന്ന ഒരു വിഗ്രഹ സ്വാധീനത്തിന്റെ നഗരമാണ്. അല്ലെങ്കിൽ ഒരു വിഗ്രഹ സേവയുടെ ദൈവത്തിന് വിരോധമായി മ്ലേച്ഛത പ്രവർത്തിച്ച ഒരു പഴയകാല ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തലാണ് സീദോൻ എന്ന് പറയുന്നതായ സ്ഥലം. ആദ്യമേ പറഞ്ഞ സോർ എന്ന് പറയുന്ന സ്ഥലം പിശാചിന്റെ തുടക്കവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ, സീദോൻ എന്ന് പറയുന്ന സ്ഥലം അങ്ങനെയല്ല. സീദോൻ എന്ന് പറയുന്ന സ്ഥലം അത് അടയാളപ്പെടുത്തുന്നത് ബാൽ എന്ന് പറയുന്ന ദൈവത്തെ മറന്നിട്ട് വിജാതീയമായിരിക്കുന്ന അന്യാരാധന സമ്പ്രദായങ്ങളിലേക്ക് ഒരു ജനത വഴിപിഴച്ചു പോയതിൻ്റെ അടയാളമായി നിൽക്കുന്ന ഒരു പ്രത്യേക അടയാളമായി നമുക്ക് ഈ പറയപ്പെടുന്ന സ്ഥലത്തെ കാണാൻ കഴിയുന്നു. സീദോൻ ആഹാബിന്റെ ഭാര്യയായ ഇസ്സാബേലിന്റെ അപ്പൻ ഭരിച്ച നാട്, അല്ലെങ്കിൽ ഇസ്സബേലിന്റെ ജന്മനാട്, ഇസ്സബേലിന്റെ കുടുംബനാട്. ഇസ്സബേൽ എന്ന് പറയുന്ന ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച ഏറ്റവും ക്രൂരയായ സ്ത്രീയുടെ പൈശാചിക ആധിപത്യങ്ങളുടെ, വൃത്തികേടുകളുടെ, പാപാന്ധകാരങ്ങളുടെ, ദൈവഹിതത്തിന് വിരുദ്ധമായ പ്രവണതകളുടെ ഇറ്റില്ലമായിരിക്കുന്ന ഒരു സ്ഥലം സീദോൻ. ആ സീദോന്റെ പുത്രിയാണ്, അല്ലെങ്കിൽ സീദോനിയ രാജാവിന്റെ പുത്രിയാണ് ഇസബേൽ. ആ നാട് ഭരിച്ചിരുന്നത് ഇവിടെ അപ്പനാണ്, ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. അപ്പോൾ യേശു ഇപ്പോൾ വന്നു നിൽക്കുന്നത് ഈ സ്ഥലത്താണ്. എവിടെ? ഏലിയ പ്രവാചകൻ ശക്തമായി തല ഉയർത്തി നിന്ന് ഒരു കാലഘട്ടത്തിൽ ദൈവജനത്തെ ഇസ്രായേലിന് ദൈവത്തിലേക്ക് തിരിച്ചു വരുത്തുവാൻ തക്കവിധം അടരാടിയ പ്രവാചകനായ ഏലിയാവിൻ്റെ ഓർമ്മകളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന ആ നാട്ടിൽ ഇപ്പോൾ കർത്താവ് വന്ന് നിൽക്കുന്നു. സീദോനെ വഴിയിൽ യേശു വന്ന് നിൽക്കുന്നു. ചുരുക്കത്തിൽ സീദോന് പറയാനുള്ളത് വിഗ്രഹാരാധനയുടെ ചരിത്രമാണ്. സീദോന് പറയാനുള്ളത് ദൈവത്തോടുള്ള മത്സരത്തിൻ്റെ ചരിത്രമാണ്. ലൂസിഫറിൻ്റെ വീഴ്ച ദൈവത്തോടുള്ള മത്സരമാണ്. സീദോന് പറയാനുള്ളത് മനുഷ്യൻ ദൈവത്തോട് കാട്ടിയ ആത്മീക മത്സരത്തിൻ്റെ ചരിത്രമാണ്. അപ്പോൾ സീദോൻ എന്ന് പറയുന്ന സ്ഥലം എന്താണ്? അത് ബാലിൻ്റെ ആരാധനാ കേന്ദ്രമായിരുന്നു. ബാൽ എന്ന് പറയുന്ന കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ഇസ്രായേലിന് വിരുദ്ധമായി ദൈവജനം ആരാധന കഴിച്ച, ഇസ്രായേലിന്റെ ദൈവത്തിന് വിരോധമായി അന്യദൈവ ആരാധനയിലേക്ക് ജനം കടന്നുപോയ ഒരു വൃത്തികെട്ട ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ പറയപ്പെടുന്ന സീദോൻ എന്ന് പറയുന്ന സ്ഥലം. ടൈർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോർ എന്ന് പറയുന്നത് ലൂസിഫറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അഹങ്കരിച്ച ദൂതന്റെ വീഴ്ചയുടെ ഓർമ്മയാണ് അവിടെ ഉള്ളതെങ്കിൽ, പൈശാചികതയുടെ തുടക്കമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണെങ്കിൽ, വിഗ്രഹാരാധനയുടെ അതിപ്രസരമാണ് ഈ പറയപ്പെടുന്ന ബാലെന്ന് പറയുന്നതായ വിജാതീയ ആരാധനാ സമ്പ്രദായങ്ങളുടെ ഇറ്റില്ലമെന്ന് പറയാൻ കഴിയുന്ന സീദോൻ എന്ന് പറയുന്ന നാട്. യേശു കടന്നു വരികയാണ്. രണ്ടാം പോയിന്റ്, സീദോന്റെ വഴി. എന്തുകൊണ്ട് യേശു ആ വഴിയെ കടന്നു വരുന്നു? മനുഷ്യന്റെ അകത്ത് കാലങ്ങളായി ദൈവം പകർന്നു കൊടുത്ത വിശ്വാസത്തിന്റെ തെളിമയാർന്ന ദീപത്തിനെതിരെ ദുഷ്ടൻ നടത്തിയ സകല അട്ടിമറി ശ്രമങ്ങളുടെയും നാൾ വഴികളിലൂടെ ദൈവത്തിൻ്റെ പുത്രൻ കടന്നു വരേണ്ടതായിട്ട് തന്നെയുണ്ട്. ദൈവത്തിൻ്റെ പുത്രൻ ആ വഴികളിലൂടെ തന്നെ കടന്നു വരേണ്ടതായിട്ടുണ്ട്. കാലത്തിന് നടുവിൽ ദുരാചാരങ്ങളുടെ നാഴികക്കല്ലുകളെ ചാർത്തി വെച്ചിട്ട് ഇവിടെയാണ് ജനത്തിന് അധപ്പതനം ഉണ്ടായതെന്ന് സാത്താൻ ഘോരഘോരം ചിരിക്കുന്ന വഴികളിൽ ഇന്ന് യേശുവിൻ്റെ കാല് പതിയുകയാണ്. ദുഷ്ടൻ്റെ അട്ടഹാസങ്ങളെ തകർത്തുകൊണ്ട് അവിടെയൊക്കെയും ദൈവത്തിൻ്റെ ജീവൻ്റെ വെളിച്ചം പ്രകാശിപ്പിച്ചുകൊണ്ട് നസ്രയനായ യേശു എന്ന ലോകത്തിൻ്റെ വെളിച്ചം കടന്നു വരികയാണ്. ലോക ജനതയെ അന്ധകാരത്തിൻ്റെ വിഗ്രഹാരാധനയുടെ കൂരിരുട്ടിലേക്ക് തള്ളിവിട്ട നാട്ടിലുകളിലൂടെ, ആ നാടുവഴികളിലൂടെ, ആ രാജ്യങ്ങളിലൂടെ, ആ ദേശാന്തരങ്ങളിലൂടെ, ഇത്തരത്തിലുള്ള കൊള്ളരുതാത്ത ചരിത്രങ്ങൾ ഉറങ്ങുന്ന നാട്ടിലൂടെ ഇപ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമായ എൻ്റെ കർത്താവ് കടന്നു വരുന്നു. നിന്റെ പാരമ്പര്യങ്ങൾക്കകത്ത് ഇന്നൊരു ദൈവപ്രവൃത്തി നടക്കും. നിന്റെ കുടുംബ പരമ്പരകളുടെ അകത്ത്
ഉറങ്ങിക്കിടക്കുന്ന ചില ഓർമ്മകളിൽ, ഇന്നലകളിൽ, നിന്റെ ജീവിത മാർഗങ്ങളിൽ, നിന്റെ പൂർവികരുടെ കാലം മുതൽ ഉടലെടുത്ത് നിൽക്കുന്ന ചില അതിശക്തമായിരിക്കുന്ന പൈശാചികമായിരിക്കുന്ന മേഖലകളുമായി ചേർന്ന് നടത്തിയ ചില ഉടമ്പടിയുടെ കരാറുകൾ ഇന്ന് റദ്ദ് ചെയ്യപ്പെടുകയാണ്. ഞാനിത് പറയുമ്പോൾ പല ശരീരങ്ങളുടെ മേലും രോഗശാന്തികൾ നടക്കുകയാണ്. ദുഷ്ടബന്ധനങ്ങൾ അഴിഞ്ഞു മാറുകയാണ്. പാരമ്പര്യ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുകയാണ്. ദുഷ്ടമതിലുകൾ ഇടിഞ്ഞു പോവുകയാണ്. കാരണം യേശു കടന്നു വരുന്നു. സീദോന്റെ അതിരിന്റെ അകത്ത് യേശു കാലുകുത്തി എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന ഈ വചനത്താൽ തന്നെ നിന്റെ പരമ്പരകളുടെ അകത്ത് ഉറങ്ങിക്കിടക്കുന്ന ചില സാധാന്യമായിരിക്കുന്ന നിയമങ്ങൾ ഇന്ന് റദ്ദ് ചെയ്യപ്പെടുകയാണ്. ഇന്ന് പകൽ കർത്താവ് ഒരിക്കൽ കൂടെ കടന്നു വരികയാണ്. സോരിൽ നിന്ന് തുടങ്ങി സീദോന്റെ അതിർത്തി വഴി കടന്നു വന്ന, സീദോന്റെ വഴിയായി കടന്നു വന്ന യേശുവിന്റെ തൃപ്പാദങ്ങൾ ഇന്ന് നിന്റെ പാരമ്പര്യങ്ങളുടെ അകത്തൂടെ കടന്നു വരികയാണ്. എവിടെയൊക്കെ ദൈവത്തിന് വിരോധമായി മത്സരിച്ച പൂർവികർ നിനക്കുണ്ടോ, എവിടെയൊക്കെ കർത്താവിനെ വെറുപ്പിച്ച പ്രവൃത്തികൾ ചെയ്ത മനുഷ്യർ നിന്റെ തലമുറകളുടെ പിന്നറങ്ങുകളിൽ നിലനിൽപ്പുണ്ടോ, അവരൊക്കെ ചെയ്തു കൂട്ടിയ കൊള്ളരുതായ്മകളുടെ ദോഷങ്ങളെ പരിഹരിച്ചുകൊണ്ട് നിനക്കൊരു വിടുതൽ നൽകുവാൻ ആ ഇന്നലകളുടെ ചരിത്രങ്ങൾക്കകത്തേക്ക് യേശുവിന്റെ രക്തം ഇന്ന് പകൽ പ്രവേശിക്കുകയാണ്. ഒരു വിടുതൽ നിനക്ക് നൽകി തരുവാൻ യേശുവിന്റെ രക്തം ഇന്ന് പകൽ നിന്റെ പരമ്പരകൾക്കകത്തെ വിഷലിപ്തമായിരിക്കുന്ന മേഖലകൾക്കകത്തേക്ക് ഒഴുകിയിറങ്ങുകയാണ്. നിന്റെ ജീവിതത്തിന് നാശം വിതയ്ക്കുന്ന സകല മണ്ഡലങ്ങളിലേക്കും യേശുവിന്റെ പരിശുദ്ധമായ രക്തം ഇന്ന് പകൽ ഒഴുകുകയാണ്. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുക. ഒരു വിടുതൽ നിന്റെ വീടിന്റെ അകത്ത്, നിന്റെ തലമുറയുടെ അകത്ത്, നിന്റെ പാരമ്പര്യങ്ങളുടെ അകത്ത്, നിന്റെ കുടുംബത്തിന്റെ അകത്ത് കർത്താവ് ഇതാ ചെയ്യുകയാണ്. ആ വിടുതൽ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. മൂന്നാമത്തെ സ്ഥലമാണ് ദെക്കപ്പൊലി നാട്. ദെക്ക എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം 10 എന്നാണ്. ദെക്കപ്പൊലിസ് എന്ന് പറഞ്ഞാൽ നഗരങ്ങൾ എന്നാണ്. 10 നഗരങ്ങൾ. എന്നാൽ ഈ 10 നഗരങ്ങളുമായിട്ട് ആ കാലത്തെ യഹൂദാജനത്തിന് യാതൊരു ബന്ധവുമില്ല. അവർ ഇഷ്ടപ്പെടുന്നില്ല നഗരത്തെക്കുറിച്ച് കേൾക്കാൻ. യഹൂദന്മാർക്ക് ആർക്കും ആ നഗരവുമായി യാതൊരു ബന്ധവുമില്ല. ഈ ദെക്കപ്പൊലി നാടിൻ്റെ ഒരു പുത്രനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അവൻ്റെ പേര് ബൈബിളിലില്ല, പക്ഷെ അവനെ ബാധിച്ച ആളിൻ്റെ പേര് ബൈബിളിലുണ്ട്. ദെക്കപ്പൊലി നാടിൽ നിന്നും പുറപ്പെട്ടു വന്ന് കല്ലറകളിൽ രാപ്പാർത്ത് വസ്ത്രം ഊരിക്കളഞ്ഞ് ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചാൽ ആ ചങ്ങലകൾ പോലും പൊട്ടിച്ച് കളഞ്ഞ് കല്ലെടുത്ത് സ്വന്തം ശരീരം ചതച്ച് പഴുപ്പും വ്രണങ്ങളുമായി ശരീരമാസകലം മുറിവുകളുണ്ടാക്കി രാത്രികളിൽ അലറി കൂവി കാറി നാട് മുഴുവൻ ഭീതി പരത്തി ശവക്കല്ലറകളിൽ കിടന്നുറങ്ങിയ ഒരു മനുഷ്യനെ നിങ്ങൾക്കറിയില്ലേ? അതെ, ലെഗിയോൻ. ഈ ലെഗിയോൻ ബാധിതനായ മനുഷ്യൻ ഈ ദെക്കപ്പൊലി നാടിന്റെ ഒരു സന്തതിയാണ്. അപ്പോൾ ദെക്കപ്പൊലി നാടിന് അടയാളം പറയാനുള്ളത്, ദെക്കപ്പൊലി നാടിന് വിളംബരം ചെയ്യാനുള്ളത് കടുത്ത ഭൂതബാധകളുടെ ചരിത്രമാണ്. കടുത്ത പൈശാചിക ബന്ധനങ്ങളുടെ അരങ്ങാണ് അവർക്ക് പറയാനുള്ളത്. ആർക്കും ഒതുക്കാൻ കഴിയാത്ത ദുർഭൂതങ്ങളുടെ വിഹരകേന്ദ്രമായി ഞങ്ങളുടെ നാടും നഗരവും ദേശവും മാറിയിരിക്കുന്നു എന്നുള്ളതായ സംഭവ ബഹുലമായിരിക്കുന്ന ഓർമ്മകളും അവസ്ഥകളുമാണ് അവർക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ വീട്ടിലെ ചെറുപ്പക്കാരൊക്കെയും ഇങ്ങനെയായി പോയിരിക്കുന്നു. ഞങ്ങളുടെ തലമുറകളൊക്കെയും കടുത്ത ഭൂതബാധകളാൽ വലയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പുരുഷന്മാരെയൊക്കെയും പിശാചി പിടിച്ചുകൊണ്ട് പോവുകയാണ്. പലരുടെയും സുബോധം നഷ്ടപ്പെടുകയാണ്. നഗ്നരായി, ബന്ധിക്കപ്പെട്ടവരായി, ആരാലും തളയ്ക്കപ്പെടാൻ കഴിയാത്ത മുഴുക്കിറുക്കന്മാരായി പലരും മാറുകയാണ്. ഇത്തരത്തിലുള്ള ദോഷങ്ങളാൽ നിറയപ്പെട്ട മനുഷ്യപ്രാണികൾ പാർക്കുന്ന നഗരങ്ങളുടെ നടുവിലൂടെ ഇതാ ഒരാൾ കടന്നു വരികയാണ്. ഓ ഹല്ലേലൂയ. സോരിന്റെ അതിരിൽ നിന്ന് യാത്ര പുറപ്പെട്ട് സീദോന്റെ വഴിയായി യാത്ര തുടർന്ന് 10-46 കിലോമീറ്ററോളം ദൂരം 1-2 ദിവസം യാത്ര ചെയ്തിട്ട് ഇതേ ഇപ്പോൾ ദെക്കപ്പൊലി നാടിന്റെ നഗരങ്ങൾക്കകത്തേക്ക് അത്യുന്നതനായ ദൈവം ഇതാ കാലെടുത്ത് വെക്കുകയാണ്. നസ്രയനായ യേശുവിന്റെ ആരാധ്യമായ തൃപ്പാദങ്ങൾ ഇപ്പോഴിതാ കടലിന്റെ തിരമാലകൾക്ക് മീതെ നടന്ന ആ കാലുകൾ ദുഷ്ടന്റെ കോളിളക്കമുള്ള ആ നാടിന്റെ മേനിയിലേക്ക് യേശുവിന്റെ ആരാധ്യമായ തൃപ്പാദം പതിയുകയാണ്. ദെക്കപ്പൊലി നാടിന്റെ മേൽ വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ ബന്ധനങ്ങൾക്ക് ഇന്നത്തോടുകൂടെ അവസാനമാണ്. നാടിനെ ഭരിക്കുന്ന പൈശാചിക സ്വാധീനങ്ങൾ, ദേശങ്ങളെ മുടിക്കുന്ന പൈശാചിക ആത്മാക്കൾ, ഞാൻ ദേശാധിപതി ശക്തിയാണെന്ന് വെല്ലുവിളിക്കുന്ന പലതും ഈ കർത്താവിന്റെ കടന്നുവരവോടുകൂടെ അത് ദേശം വിട്ട് ഓടുകയാണ്. യേശുവിന്റെ കടന്നുവരവ് ഒരു പുതിയ ചരിത്രമായി മാറുകയാണ്. Glory to Jesus. Hallelujah, 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 hallelujah.
കർത്താവിന് ഇനി ഏകദേശം 70-80 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാനുണ്ട്. ഈ യാത്രയുടെ ഭൂരിഭാഗ സമയവും കർത്താവിന് സഞ്ചരിക്കാൻ പോകുന്നത് ഈ പറയപ്പെടുന്ന ദെക്കപ്പൊലി നാടിൻ്റെ നടുവിലൂടെയാണ്. അതായത് കർത്താവിന് ഇനി 3, 4, 5 ദിവസങ്ങൾ യാത്ര ചെയ്യണം. ടോട്ടലി 6-7 ദിവസങ്ങൾ കൊണ്ടാണ് യേശു സോരിൽ നിന്നും ഗലീല കടൽപ്പുറം വരെ നടന്നു വരാൻ പോകുന്നത്. ഈ യാത്രയിലൊക്കെയും യേശു ഉറങ്ങും, യേശു ഉണരുന്നു, യേശു ശുശ്രൂഷ ചെയ്ത്, യേശു തൻ്റെ തൃപ്പാദം ചലിപ്പിച്ച് കർത്താവ് നടന്നു വരുന്ന വഴികളിലൊക്കെയും വൻ ദൈവ പ്രവൃത്തികളാണ് നടക്കുന്നത്. ബൈബിൾ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല. ഗലീലയിൽ നടക്കുന്ന ഉണർവാണ് കർത്താവിൻ്റെ ആ ശുശ്രൂഷ യാത്രയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ദെക്കപ്പൊലി നാടേ, നിനക്ക് എന്താണ് പറയാനുള്ളത്? ദെക്കപ്പൊലി നാട് പറയുന്നു, ഞങ്ങൾക്ക് നല്ലത് പറയാനില്ല. ദൈവത്തിൻ്റെ ജനമായ യഹൂദന്മാരിൽ ചിലർ അവിടെ ഉണ്ട്. പക്ഷെ അവർ അന്യദേശത്തുള്ളവരുമായി വിവാഹബന്ധം കഴിച്ച് ദൈവത്തെ മറന്ന് കൊള്ളുവേലാത്ത ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. ജനം അസന്മാർഗിക ജീവിതമാണ് നയിക്കുന്നത്. ജനം കൊള്ളുവേലാത്ത ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. ആ നാട്ടിൽ അന്യദേശമെന്ന നിലയിൽ ഒരിക്കൽ കൂടെ കടന്നു പറഞ്ഞാൽ ഭൂതങ്ങളുടെ നാടായി, ലഗ്യോൻ ബാധിതരുടെ നാടായി, കൊള്ളുവേലാത്ത ദുഷിച്ച പ്രവണതകളുടെ ഒരു അരങ്ങായി ആ ദേശം മാറുമ്പോൾ യേശു കടന്നു വരികയാണ്. സോരിൻ്റെ അതിർത്തിയിൽ നിന്നും സീദോന്റെ വഴിയിലൂടെ ദെക്കപ്പൊലി നാടിനകത്തേക്ക് വിഗ്രഹാരാധനയുടെ സ്വാധീനങ്ങളുണ്ടായിരുന്ന സോരിൻ്റെ വഴിയായി, സീദോന്റെയും സോരിൻ്റെയും അതിർത്തി വഴി കർത്താവിന് ഇപ്പോൾ വന്നു നിൽക്കുന്നത് ദെക്കപ്പൊലി നാട്ടിലാണ്. ദെക്കപ്പൊലി നാടിന് പറയാനുള്ളത് ഭ്രാന്തന്മാരുടെ കഥകളാണ്. ദെക്കപ്പൊലി നാടിന് പറയാനുള്ളത് വട്ടുപിടിച്ചവരുടെ ദിനരാത്രങ്ങളെ കുറിച്ചാണ്. ഭ്രാന്ത് പിടിക്കുന്ന, ഭീതിയിലാഴുന്ന, ആരും രക്ഷിക്കാൻ വരാനില്ലാത്ത, വിശുദ്ധ ജനം കൈവിട്ട് കളഞ്ഞ, ദൈവം പോലും ഉപേക്ഷിച്ചു എന്നുള്ള വേദനയോടെ കഴിഞ്ഞുകൂടുന്ന ഒരു ഗതികെട്ടവന്മാരുടെ ജീവിതമായി ദെക്കപ്പൊലി നാട് മാറുമ്പോൾ അവിടേക്ക് ദൈവം അവരെ തേടി വരികയാണ്. കർത്താവ് നിങ്ങളെ കൈവിട്ടു എന്നാണോ നിങ്ങൾ പറയുന്നത്? ആ ധാരണ തെറ്റാണ്. ആർക്കും ഒതുക്കാൻ കഴിയാത്ത ദുരാത്മബാധകളാൽ നിന്റെ ജീവിതവും നിന്റെ ജീവിത മണ്ഡലങ്ങളും നിറഞ്ഞു നിൽക്കുമ്പോൾ ഇന്ന് ആ കെട്ടുകളെ അഴിക്കുവാൻ ഒരാൾ കടന്നു വരുന്നവൻ്റെ പേര് യേശുവെന്നാണ്. ദൈവത്തിൻ്റെ പൈതലേ, ഈ വചനം ഇങ്ങനെ തന്നെ എഴുതപ്പെട്ടിരിക്കുന്നു. ദെക്കപ്പൊലി ദേശത്തിൻ്റെ നടുവിലെ വഴിയിലൂടെ ആ നാടിൻ്റെ ഒത്ത നടുക്കൂടെ യേശു കടന്നു വരികയാണ്. ദെക്കപ്പൊലി നാടിൻ്റെ ഹൃദയത്തിൽ യേശുവിൻ്റെ ഇടപെടലുണ്ടാവുകയാണ്. ഇന്ന് പകൽ ഞാൻ പറയുന്നു, നിന്റെ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിൽ ദുഷ്ടൻ്റെ മൂർധന്യമായ പ്രവൃത്തികൾ തല ഉയർത്തി നിൽപ്പുണ്ടോ, അതിനൊക്കെയും അവസാനം കുറിച്ചുകൊണ്ട് കർത്താവ് ഇന്ന് കടന്നു വരികയാണ്. ഒരു ദൈവപ്രവൃത്തി നിന്റെ വീട്ടിലേക്ക് കയറി വരികയാണ്. ഒരു ദൈവപ്രവൃത്തി നിന്റെ നാട്ടിലേക്ക് കടന്നു വരികയാണ്. ഒരു ദൈവപ്രവൃത്തി നിന്റെ തൊഴിലിടങ്ങളിലേക്ക് കടന്നു വരികയാണ്. നിന്റെ വർക്കിംഗ് പ്ലേസിലേക്ക് കടന്നു വരികയാണ്. എവിടേക്ക് ഒതുങ്ങിപ്പോയിടത്തു നിന്നും ഒരു ദൈവപ്രവൃത്തിയുടെ പുതിയ തുടക്കം. ലൂസിഫറിൻ്റെ വീഴ്ചയും പിശാചിൻ്റെ തുടക്കവും ഒക്കെ വിശേഷിപ്പിക്കുന്ന സോർ രാജാവിനെ കുറിച്ചുള്ളതായ വിലാപഗാനം എഴുതിയ യെഹെസ്കേൽ പ്രവാചകന്റെ കാലത്തേക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ. ദുഷ്ടൻ്റെ തുടക്കം എവിടെയോ അവിടെ ഒരു ദൈവപ്രവൃത്തി പിന്നെയും വന്നു നിൽക്കുന്നു. തീർന്നില്ല. സീദോന്റെ വഴി ബാലെന്ന വിഗ്രഹത്തിന് ആരാധന കഴിക്കുന്ന വൃത്തികേടിലേക്കും ദൈവജനത്തിൻ്റെ അധപതനത്തിലേക്കും അവരെ വലിച്ചിഴച്ചു കൊണ്ടുപോയ കൊള്ളുവേലാത്ത പ്രവണതകളുടെ ഓർമ്മയായിരിക്കുന്ന ഇസബേലിന്ന ദൈവത്തോട് മത്സരിച്ച ഒരു സ്ത്രീയുടെ ഓർമ്മയുള്ള ആ നാടിൻ്റെ വഴിയിലൂടെ, സീദോന്റെ വഴിയിലൂടെ, അന്ധകാരത്തിൻ്റെ പുത്രിക്ക് ജന്മം നൽകിയ നാട്ടിലൂടെ യേശു ഇപ്പോൾ കടന്നു വരികയാണ്. ദെക്കപ്പൊലി ദേശത്തിൻ്റെ നടുവിൽ ഇപ്പോൾ കർത്താവ് വന്നു നിൽക്കുന്നു. ദുഷ്ടഭൂതങ്ങളുടെ അരങ്ങ കേന്ദ്രം, പിശാചിൻ്റെ വ്യക്തമായിരിക്കുന്ന വാണിജ്യ കേന്ദ്രം ദൈവപുത്രൻ്റെ കടന്നുവരവോടുകൂടെ തകരുകയാണ്. യേശുവിൻ്റെ കാൽക്കൽ വന്ന ആ ലഗ്യോൻ ബാധിതൻ വീഴുന്നുണ്ടൊരിക്കൽ. യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? നീ ആരെന്ന് ഞങ്ങൾ അറിയുന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ. സമയത്തിന് മുന്നവേ ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ നീ വന്നുവോ? അപ്പോൾ സാത്താൻ കാത്തിരിക്കുകയായിരുന്നു. അവനറിയാം, ഒരിക്കലൊരുവൻ വരും, ഒരു സമയമുണ്ട്, അതുവരെ മാത്രമേ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ, അതുവരെ മാത്രമേ എനിക്ക് നിലകൊള്ളാൻ കഴിയത്തുള്ളൂ. അത് കഴിയുമ്പോൾ ഒരുവൻ വരും, എൻ്റെ സകല കളികളും അവൻ പൂട്ടും, എൻ്റെ സകല കച്ചവടവും അവൻ പിടിച്ച് കിട്ടും. ദൈവത്തിൻ്റെ പൈതലേ, നിൻ്റെ ജീവിതത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സകല ഇരുട്ടിൻ്റെ മണ്ഡലങ്ങൾക്കും ദൈവം എഴുതിയ അവസാന ദിവസത്തിലാണ് നീ ദൂത് കേൾക്കുന്നത്. നിൻ്റെ ജീവിതത്തിൻ്റെ വിടുതലിൻ്റെ അടുത്ത അധ്യായം, നിൻ്റെ സന്തോഷത്തിൻ്റെ പുതിയ ദിവസമായി കർത്താവ് ഇന്ന് ആരംഭിക്കുകയാണ്. ചിലതിന് ദൈവം തിരശ്ശീലിടാൻ പോവുകയാണ്, ചിലതിന് കർത്താവ് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോവുകയാണ്, ചിലതിന് ദൈവം പൂർണ്ണത കൽപ്പിക്കാൻ പോവുകയാണ്. ഒരു മാറ്റം ഇന്ന് നിന്റെ ലൈഫിൽ ആരംഭിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു.
നാലാമത്തെ സ്ഥലം ഗലീല. ഗലീലയുടെ പ്രത്യേകത എന്താണ് അതറിയണമെങ്കിൽ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം നമ്മൾ വായിച്ചു നോക്കണം. സെബൂ ജാതികളുടെ ഗലീല. എന്താണ് അതിൻ്റെ പ്രത്യേകത? സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരെയുള്ള നാടും ജാതികളുടെ ഗലീലയും. ജാതികളുടെ ഗലീലയും. അടുത്ത വാക്ക്, ഇങ്ങനെ ഇരുളിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അപ്പോൾ ഗലീലയുടെ പ്രത്യേകത എന്താ? അത് ജാതികളുടെ ഗലീലയാണ്. തീർന്നില്ല, അത് ഇരുട്ടിൻ്റെ ദേശമാണ്. എന്തിനാ യേശു ഈ വഴികളിലൂടെ കടന്നു വരുന്നത്? ഇരുട്ടിൻ്റെ ആരംഭം കുറിക്കപ്പെട്ട ഇടത്തു നിന്നും അതിൻ്റെ അതത് പ്രബലപ്പെട്ട വഴിത്താരകളെ തേടി ഒരാൾ വരികയാണ്. എവിടെയാണോ ദുഷ്ടൻ അവൻ്റെ ആരംഭം കുറിച്ചത്, എവിടെയാണോ ഇരുട്ടതിൻ്റെ വഴികളിൽ വികാസം പ്രാപിച്ചത്, എവിടെയൊക്കെയാണോ ദുരാത്മാക്കൾ അതിൻ്റെ അഴിഞ്ഞാട്ടങ്ങൾക്ക് കാഠിന്യം കൂട്ടിയത്, ആ വഴികളിലൂടെ തന്നെ യേശു കടന്നു വരികയാണ്. കടന്നു വന്നിട്ട് അതിൻ്റെ മൂർധന്യതയെ പിടിച്ചുകെട്ടി ആ ഇരുട്ടിലിരുന്ന ദേശത്ത് യേശു ഒരു പുതിയ വെളിച്ചത്തെ സൃഷ്ടിക്കുകയാണ്. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. വെളിച്ചം കണ്ടെന്ന് മാത്രമല്ല, ആ ദേശത്തിന്റെ മക്കളായിരുന്ന ചിലതിനെ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന അഭിഷക്തന്മാരാക്കി കർത്താവ് രൂപാന്തരപ്പെടുത്തി. അപ്പോസ്തലന്മാരെന്നുള്ള പേര് നൽകി അവരെ കൊണ്ട് കർത്താവ് വലിയൊരു കാര്യം അങ്ങോട്ട് ചെയ്യിപ്പിച്ചു. ഇരുട്ടിൽ നിന്നും, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവരായി, വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനമെന്ന് പറയത്തക്ക വിധം. മുൻപേ നിങ്ങൾ ഇരുട്ടായിരുന്നു, ഇപ്പോഴോ ക്രിസ്തുവിൽ നിങ്ങൾ വെളിച്ചമായി തീർന്നിരിക്കുന്നു എന്ന് പറയത്തക്ക വിധം നിങ്ങളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ദൈവം ആക്കിയെന്ന് പറയത്തക്ക വിധം ഇരുട്ടിന്റെ നാട്ടിൽ ജീവന്റെ വെളിച്ചം ഇതേ കടന്നു വരുന്നു. ഇതിന്റെ വാക്കുകൾ കേൾക്കുന്ന കർത്താവിന്റെ പ്രിയപ്പെട്ട പൈതലേ, യേശു ഇവിടെ വന്നിട്ടൊരു കാര്യം ചെയ്യുകയാണ്. മിണ്ടാനും കേൾക്കാനും കാണാനും ഒന്നും വയ്യാത്തവരെ കർത്താവ് അങ്ങ് സുഖപ്പെടുത്തുകയാണ്. കർത്താവ് അവിടെ വന്നു. അവിടെ വന്നിട്ട് അവൻ വീണ്ടും സോരിന്റെ അതിർ വിട്ട് സീദോന്റെ വഴിയായി ദെക്കപ്പുലി ദേശത്തിന്റെ നടുവിലൂടെ ഗലീല കടൽ പുറത്തു വന്നു. അവിടെ അവൻ വിക്കനായൊരു ചെകിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. വിക്കനാണവൻ, ചെകിടനാണവൻ. അവൻ്റെ മേൽ കൈവെക്കണമെന്ന് അപേക്ഷിച്ചു. ജീവന്റെ വെളിച്ചം കൈവെക്കാൻ പോവുകയാണ്. നേരെ ചുവെ സംസാരിക്കാൻ കഴിയാത്ത, നേരെ ചുവെ കേൾക്കാൻ കഴിയാത്ത ചിലതിനെ ഇന്ന് കർത്താവ് തൊടും. ഒന്ന് ഞാൻ പറയട്ടെ, ജനക്കൂട്ടത്തിനിടയിൽ നിന്നും മാറ്റിക്കൊണ്ടുപോയി ദൈവം ഇന്ന് നിന്നെ മാറ്റുകയാണ്. ഒറ്റയ്ക്ക് കൊണ്ടുപോവുകയാണ്. നിന്റെ ഡെലിവറൻസ് ഇൻഡിവിജ്വലാണ്. മറ്റാരോടും കാണിക്കാത്തൊരു വ്യക്തിഗതമായ ഇടപെടൽ യേശുവിന് നിങ്ങളോടുണ്ട്. മറ്റാരോടുമില്ലാത്ത ഒരു പേഴ്സണൽ സമീപനം, ഒരു പേഴ്സണൽ ഇൻട്രാക്ഷൻ യേശു നിങ്ങളുമായിട്ട് ഇന്ന് പകൽ നടത്തുകയാണ്. അവിടെ നിങ്ങളുടെ ലൈഫിനൊരു ചേഞ്ച് ഉണ്ടാവുകയാണ്. അതെ, കൃപ നിങ്ങളെ പരിഗണിക്കുന്നു. മറ്റാരുടെ മേലും യേശു ചെയ്തിട്ടില്ലാത്തൊരു പ്രവൃത്തി നിന്റെ മേൽ നടത്തുന്നു. യേശുവിൻ്റെ തൊടലിൽ, യേശുവിൻ്റെ വാക്കിൽ, യേശുവിൻ്റെ കൽപ്പനയിൽ ഒത്തിരി അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ അവരിൽ ആരിലും യേശു ചെയ്യാത്തൊരു ദൈവപ്രവൃത്തി യേശു ഇവിടെ ചെയ്യുകയാണ്. അവിടെ കർത്താവ് നെടുവീർപ്പിട്ടു എന്നാണ് വായിക്കുന്നത്. എന്തിനാ കർത്താവ് നെടുവീർപ്പിടുന്നത്? നിന്റെ ജീവിതത്തിൻ്റെ മേൽ കർത്താവിന് ഇന്ന് പകലൊരു ഹൃദയ വികാരം കൂടിയുണ്ട്. അവൻ കേവലം അത്ഭുതങ്ങളെ മാത്രം ചെയ്തിട്ട് പോവുകയല്ല, നിന്റെ അവസ്ഥ കണ്ട് മനസ്സലിയുന്ന ദൈവമാണ്. നിന്റെ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ് നിനക്ക് വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കുകയാണ്. ദൈവത്തിൻ്റെ പൈതലേ, ഈ ദൂതുകളുടെ മുമ്പിൽ ഇന്ന് രാവിലെ നിന്റെ ഹൃദയത്തെ നീ ഒന്ന് സമർപ്പിച്ചേ. എഫദ എന്നൊരു വാക്ക് യേശു പറഞ്ഞു. തുറന്നു വരിക എന്നാണ് അതിൻ്റെ അർത്ഥം. ഗ്ലോറി ടു ജീസസ്. ആലപ്പുഴയിൽ 7 മുന്ന എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ കുറച്ച് നാളുകൾക്ക് പുറകിൽ ഞാൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോയി. ആ വീട്ടിൽ ചെല്ലുമ്പോൾ വിവാഹം കഴിഞ്ഞ നാളുകളായി ആ പ്രിയപ്പെട്ട ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളിലായിരുന്നു. അന്ന് ആ വീട്ടിൽ കടന്നു ചെന്നു. ദൈവം നിങ്ങൾക്കൊരു തലമുറയെ തരുമെന്ന് ഞാൻ അവരോട് ദൂത് പറഞ്ഞു. ആ ഹസ്ബൻഡിനും വൈഫിനും വേണ്ടി പ്രാർത്ഥിച്ചു. അടഞ്ഞുപോയ എൻ്റെ ഗർഭപാത്രം ദൈവം തുറന്നു എന്നുള്ള സന്തോഷത്തിൽ അവളൊരു കുഞ്ഞിനെ ഗർഭം ധരിച്ചു. ആ പൈതൽ അവളുടെ ഉദരത്തിൽ വളരുന്ന ഓരോ സമയവും അവൾ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നു. അവസാനം അനുഗ്രഹിക്കപ്പെട്ട ആരോഗ്യമുള്ളൊരു പെൺ പൈതലിന് അവൾ ജന്മം നൽകി. ദൈവം ജന്മം നൽകിയ, കർത്താവ് നൽകിയ പൊന്നോമനെ കരങ്ങളിലെടുത്തിട്ട് അവൾക്കൊരു പേരിടണം. ആ പൈതലിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്ത അനുഗ്രഹത്തെയാണ് അവൾക്ക് വിളിക്കാൻ തോന്നിയത്. അവർ ആ കുഞ്ഞിനെ എഫദ എന്ന് പേരിട്ടു. എഫദ. ഇന്ന് രാവിലെ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന കർത്താവിൻ്റെ പൈതലേ, നിൻ്റെ ജീവിതത്തിലെ അടഞ്ഞുപോയ മേഖലകളെ ദൈവം തുറക്കാൻ പോവുകയാണ്.
അത് നിൻ്റെ ഉദരമാണെങ്കിൽ ദൈവം ഒരു തലമുറയെ തരും. അത് നിൻ്റെ സാമ്പത്തിക മണ്ഡലമാണെങ്കിൽ നിനക്ക് സമൃദ്ധിയെ തരും. അത് നിൻ്റെ വിജയമാണെങ്കിൽ നീ സന്തോഷിക്കുന്ന തുള്ളിച്ചാടുന്ന ജയം ദൈവം നിനക്ക് തരും. നിൻ്റെ ലൈഫിൽ അടയപ്പെട്ടത് ഇന്ന് തുറക്കുകയാണ്. ബ്ലോക്കായി കിടക്കുന്ന ഏരിയകളുടെ മേലൊരു ബ്രേക്ക് ത്രൂ സംഭവിക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ പുതിയ ചിലത് തുറക്കാൻ പോകുന്നു. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ തിരുനാമത്തെ നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിൽ യേശു ചെയ്യുന്ന വൻ പ്രവൃത്തിക്കായിട്ട് സ്തോത്രം. അത്ഭുതം ചെയ്യുന്നതിനായിട്ട് നന്ദി കർത്താവേ. ഇന്ന് പകൽ അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ പുതിയ ചില തുടക്കങ്ങൾ ദൈവം കുറിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇവരുടെ ലൈഫിലെ സാധാന്യ മണ്ഡലങ്ങളുടെ അടിവേരറുത്ത് ഇന്ന് വരെ കാണാത്ത ജീവൻ്റെ വെളിച്ചത്തെ സൃഷ്ടിച്ചുകൊണ്ട് യേശുവിൻ്റെ പ്രകാശയാത്ര, യേശുവിൻ്റെ ആ വെളിച്ചത്തിൻ്റെ സഞ്ചാരം ഇവരിൽ ആരംഭിച്ചിരിക്കുകയാൽ സ്തോത്രം. ഇരുട്ട് വാണയെടുത്ത് ജീവൻ്റെ വെളിച്ചം പരമാധികാരം ഉറപ്പിച്ചതിനായിട്ട് സ്തോത്രം. ഏതു മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ഭൂമിയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. ഇരുട്ടതിനെ പിടിച്ചടക്കിയില്ല. പിടിച്ചടക്കാൻ നോക്കിയാൽ ഒതുക്കാൻ കഴിയാത്ത സത്യവെളിച്ചത്തിൻ്റെ ശക്തി ഇന്നിവരുടെ കുടുംബങ്ങളിൽ വെളിപ്പെടട്ടെ, ഇവരുടെ ബിസിനസ്സുകളിൽ വെളിപ്പെടട്ടെ, ഇവരെഴുതുന്ന പരീക്ഷകളിൽ, ഇവരുടെ ഭാവിയിൽ, ഇവരുടെ ബന്ധങ്ങളിൽ, ഇവരുടെ ഫാമിലി ലൈഫിൽ, മിനിസ്ട്രിയിൽ അത് വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. യേശു രാജാവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമേൻ. ആരാ യേശു? ദുഷ്ടൻ തുടങ്ങിയ പോയിൻ്റ് എവിടെയോ അവിടെ വന്ന് തൻ്റെ പ്രവൃത്തിയെ തുടങ്ങുന്നവൻ. ദുഷ്ടൻ്റെ പദ്ധതികളെ അവസാനിപ്പിച്ചിട്ട് ദൈവ പദ്ധതികളെ ആരംഭിക്കുന്ന കർത്താവാണ് നമ്മുടെ യേശു. ആരാണ് യേശു? സാത്താൻ്റെ ഈ കൂരിരുട്ട് എവിടെയൊക്കെ പ്രബലമായോ അവിടെയൊക്കെ വന്നിട്ട് അതിനെ പിടിച്ചു കെട്ടി തൻ്റെ ജീവൻ്റെ വെളിച്ചത്തെ വെളിപ്പെടുത്തുന്നവൻ. ആരാണ് യേശു? പിശാച് എവിടെയെല്ലാം തൻ്റെ കച്ചവടത്തിന് ആക്കം കൂട്ടിയോ അവിടെയൊക്കെ വന്ന് അവൻ്റെ ഇടപാടുകളെ പൂട്ടിച്ചിട്ട് ദൈവരാജ്യത്തിൻ്റെ വാതിൽ തുറക്കുന്നവനാണ് യേശു. ആരാണ് യേശു? ജാതികൾ കൂരിരുട്ടിൽ പാർത്ത ഗലീലയിൽ ജീവൻ്റെ വെളിച്ചത്തെ വെളിപ്പെടുത്തി ഇരുട്ടിൽ നിന്ന് ജനം വലിയൊരു വെളിച്ചം കണ്ടുവന്നുള്ള സാക്ഷ്യം അവിടെ സൃഷ്ടിക്കുന്നവനാണ് യേശു. ആരാണ് യേശു? നിൻ്റെ പരമ്പരയിലെ വിഷലിപ്തമായിരിക്കുന്ന ഇടപാടുകളെ റദ്ദ് ചെയ്തിട്ട് ദൈവവുമായുള്ള പുതിയ ബന്ധത്തിൻ്റെ കരാർ എഴുതുന്നയാളാണ് കർത്താവായ യേശു. സോരിൻ്റെ അതിരിലൂടെ, സീദോൻ്റെ വഴിയിലൂടെ, ദക്കപ്പുലി ദേശത്തിൻ്റെ നഗരനടുവിലൂടെ ഗലീല കടൽപ്പുറത്തേക്ക് കർത്താവ് വരുന്നു. അങ്ങ് ദൂരെ പാപത്തിൻ്റെ തുടക്കം എവിടെ കുറിച്ചോ അവിടെ മുതൽ അതിന് പരിഹാരമൊരുക്കി നിത്യതയുടെ സന്തോഷം വരെ നിന്നെ കൊണ്ടെത്തിക്കുന്ന ജീവൻ്റെ പുതിയ വെളിച്ചത്തിൻ്റെ പാത യേശു തുറക്കുന്നു. ഇന്ന് രാവിലെ മുതൽ ഈ ദൈവാലോചന മുമ്പിലായിരിക്കുന്ന കർത്താവിൻ്റെ പൈതലേ, ദൈവത്തിൻ്റെ കൃപ നിന്റെ മേൽ ധാരാളമായി ചൊരിയപ്പെടുകയാണ്. ഈ ദിവസങ്ങളിൽ വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.